മോഹന, താൻ ഒന്നും എന്നോട് സംസാരിക്കാൻ നിൽക്കരുത്. കാര്യങ്ങളൊക്കെ അറിയാലോ. ആ പിഴകൾ അടയ്ക്കുക, വേറെ വർത്താനില്ല. സാർ എന്തെങ്കിലും ഒന്ന് ചെയ്യാം. എന്ത് ചെയ്യുന്നടോ? നിങ്ങൾ 3 പേര് ഹെൽമെറ്റ് വെക്കാതെ ബൈക്കിന്റെ മുകളിൽ പോവാ, അത്യാവശ്യം തന്നെയും കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്യണ? ഇത് ഞാൻ ചെയ്യണല്ലോ, ക്യാമറയിൽ പതിഞ്ഞല്ലേ. സാറേ, സുഹൃത്തിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഇതിപ്പോ ഞാൻ എല്ലാവർക്കും പെറ്റിയടിച്ചു പറഞ്ഞു, എനിക്ക് എന്റെ വീട്ടിലേക്ക് ഞാൻ തന്നെ പെറ്റിയടിച്ചു പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? പ്രശ്നമുണ്ട് സാർ. അത് കുഴപ്പമില്ല, അത് തന്നെ ആ കാര്യത്തിൽ ഞാൻ തന്നെ സഹായിക്കാം. ഇപ്പൊ സാധാരണ പെറ്റി അടക്കേണ്ടവർക്കൊക്കെ താനാണ് ഇപ്പോ നോട്ടീസ് അയക്കല്. ഇതിപ്പോ തനിക്ക് തന്നെ വന്നപ്പോ തന്റെ വീട്ടിലേക്ക് തനിക്ക് തന്നെ പെറ്റിയുടെ നോട്ടീസ് അയക്കാൻ ഒരു വിഷമം അല്ലേ? അത് കുഴപ്പമില്ല. അപ്പോ അത് താനയക്കണ്ട, താനത് അയക്കണ്ട, അത് പ്യാരി അയച്ചോ. കേട്ടോ? അല്ല പ്യാരി, അത് കുഴപ്പമില്ലല്ലോ. പിന്നെ ഞാൻ ഇയാൾക്കേ പെറ്റി അടക്കാനുള്ള എന്റെ മോഹൻസാറിന്റെ അഡ്രസ്സിലല്ലേ, അത് ഞാൻ വിട്ടോളാം. നിങ്ങളെ ഏൽപ്പിച്ചു. ശരി. എന്തേ? അല്ല, പൈസ താൻ അടയ്ക്കണ, നമ്മള് തെറ്റ് ചെയ്തേക്കല്ലേ? അല്ല സാർ, ഞാൻ അതെ, താൻ ഇതിന്റെ നോട്ടീസ് അവിടെ വരുമ്പോ പൈസ താൻ അടച്ചാ മതി. പക്ഷെ സാർ, ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളല്ലേ. അല്ല, ഡിപ്പാർട്ട്മെന്റ് എന്റെ മോഹന, ക്യാമറയ്ക്ക് ഇപ്പൊ ഇത് അറിയോ? അത് പോലീസുകാരാണോ വക്കീലാണോ? ക്യാമറയ്ക്ക് അങ്ങനെ ഇല്ല. വക്കീലാണെങ്കിലും ഇനിയിപ്പോ പോലീസാണെങ്കിലും ഇനിയിപ്പോ ഡോക്ടർ ആണെങ്കിലും ഇനിയിപ്പോ മന്ത്രി ആയിക്കോട്ടെ, മന്ത്രി അത് പെടില്ല. ബാക്കി ഇനിയിപ്പോ ആരെന്നെയാണെങ്കിലും നമ്മൾ അതിന്റെ പിഴ അടയ്ക്കണം. അപ്പൊ ഞാൻ പൈസ അടക്കണം. താൻ അയക്കണ്ട, അത് പ്യാരി അയക്കും. കറണ്ട് പോയില്ലോ. എന്തൊരു കഷ്ടം. ഇപ്പൊ എത്രാമത്തെ പ്രാവശ്യം ഇത് പോണേ? ഇത് അങ്ങനെ വിട്ടാ പറ്റില്ല. ഇതൊന്ന് വിളിച്ച് പറയണം. മിണ്ടുമ്പോ കറണ്ട് പോവാണ്. ഇതെന്താ ഇങ്ങോട്ട് വല്ലോ? ഹലോ, ആർ ടി ഓഫീസല്ലേ? ശീതളൻ സാറിനെ ഒന്ന് കിട്ടുമോ? ശീതളനാണ് സംസാരിക്കുന്നത്. പറഞ്ഞോളൂ സാറേ. ഞാന് കുറച്ചും കൂടെ വന്നു പോയില്ലേ, ആ ലൈൻമാനാണ് മന്മഥൻ. അതെ, ഇവിടെ കറണ്ട് പോയിരിക്കാണ്. അത് പറയാനാ ഞാൻ അങ്ങോട്ട് വിളിച്ചേ. എന്തേ? കറണ്ട് പോയതല്ല, അവിടുത്തെ കറണ്ട് ഞങ്ങൾ ഡിസ്കണക്ട് ചെയ്യുക. എന്തിന്? ഇവിടെ ബില്ല് ഒരു 35,000 രൂപ പെൻഡിങ് ഉണ്ട് സാറേ. അത് അടച്ചാലേ ഇനിയിപ്പോ റീകണക്ട് ഞങ്ങൾ ചെയ്യുള്ളൂ. അല്ല, അത് ഡിപ്പാർട്ട്മെന്റ് അടക്കേണ്ടതല്ലേ? ഞങ്ങളിപ്പോ ഇരുട്ടത്തിരിക്കാണ് സാറേ. ആര് ഇരുട്ടത്തിരുന്നാലും വെളിച്ചത്തിരുന്നാലും നിയമത്തിന്റെ വഴിക്ക് തന്നെ പോവും. എന്താ സാറേ? KICB പണി വന്നതാ. ഊരി മറിമായം.